Hello. Hello. ഹലോ. നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ വരെ, അതായത് ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത് ബേസിക്കലി? ആറ്റമിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ ഉള്ളില് അറേഞ്ച്മെന്റ് എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്താണ്, അതിന്റെ ഡിസ്കവറി, പിന്നെ ആറ്റം മോഡൽസിന്റെ ഫെയിൽഡ് ആയിട്ടുള്ള മോഡൽസും, അത് പുതിയ ബോസ് മോഡല്, അതേപോലെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന വർക്കിംഗ് മോഡൽസും പഠിച്ചു. ബോസ് മോഡല് ചിലതിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ മാത്രം വർക്ക് ചെയ്യും. അപ്പം അതിലൂടെ പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റമിലേക്ക് പോയി. പിന്നെ കുറെ ഇലക്ട്രോൺസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതിന്റെ എങ്ങനെയാണ് അതിന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ, അതൊക്കെ പഠിച്ചു. ഓക്കെ. ഇനി നമ്മളപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു എലമെന്റിന്റെ ഉള്ളില് എന്തൊക്കെയാന്ന് പഠിച്ചു അല്ലേ, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുവഴി എങ്ങനെയാണ് പ്രോപ്പർട്ടീസിന് എങ്ങനെയാണ് മാറാൻ നമ്മൾ നോക്കണം. അതായത് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താ, ഈ പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ അതിന്റെ അറേഞ്ച്മെന്റും ഉണ്ട് അല്ലേ? ഹലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം, നമ്മളെപ്പോഴും കുറേ എലമെന്റ്സ് ഉണ്ട് നമ്മളുടെ എക്സിസ്റ്റൻസിൽ. അപ്പോൾ നമ്മൾ ചില എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് സിമിലിയർ ആയിരിക്കും അല്ലേ? ഹലോ. ചിലതിന്റെ പ്രോപ്പർട്ടീസ് സിമിലിയർ ആയിരിക്കും, ചിലതിന്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. ചിലത് കണ്ടക്ടിങ് ആയിരിക്കും, ചിലത് മെറ്റൽ ആയിരിക്കും, ചിലത് നോൺ മെറ്റൽ ആയിരിക്കും അല്ലേ? അപ്പോ നമ്മൾക്ക് ഒരു മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടി ഒരു എലമെന്റിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് തോന്നുകയാണ് അപ്പൊ വേറൊരു എലമെന്റ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഉണ്ടാവും, അതായത് കുറച്ചുകൂടി വെയിറ്റ് കൂടിയത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡ്നെസ് കൂടിയ ഒരു കണ്ടക്ടറാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യാനും അതേപോലെ കമ്പൈൽ ചെയ്യാനും ഒരു സിസ്റ്റം വേണം അല്ലേ? ഹലോ. അപ്പോൾ ഈ സിമിലാരിറ്റിയും അതേപോലെ വ്യത്യാസവും ട്രെൻഡുകളും, അതായത് ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് കൂടുന്നത് കുറയുന്നത്, അപ്പോൾ നമ്മളൊരു അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എളുപ്പമായിരിക്കും എന്തിന്, ക്യാരക്ടറൈസ് ചെയ്യാനും പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലേ? അതായത് ഇപ്പൊ നമ്മളുടെ ലാബിലൊക്കെ ആണെങ്കിൽ ഓരോന്നും ഓരോ ഭാഗത്തല്ലേ വെക്കാം. ടെസ്റ്റ് ട്യൂബ് ഒരു സൈസിലുള്ളത് ഒരു റാക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സൈസ്, അങ്ങനെ അങ്ങനെ ഓരോന്നും ലേബൽ ചെയ്യുകയും ചെയ്യും നമ്മൾ. അപ്പൊ നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടിയിലുള്ള പീരിയോഡിസിറ്റി തന്നെ എങ്ങനെയാണ്, ഒരു പീരിയഡിന് ഇൻക്രീസ് ആവുക അല്ലെങ്കിൽ ഡിക്രീസ് ആവുക അലോങ് പീരിയഡ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ ഒരു പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ക്ലാസിഫിക്കേഷനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്ചം കൊണ്ട് നമ്മൾ എലമെന്റ്സിനെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് എങ്ങനെയാണ് ഇതിന്റെ ട്രെൻഡ് എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹലോ. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് മനസ്സിലായോ? വാട്ട് ഈസ് എ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ഓക്കെ. അതായത് നമ്മൾക്കൊരു പ്രോപ്പർ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ പിന്നീട് എന്താ പറയുക, ഫ്യൂച്ചറിൽ റിസർച്ചിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങൾ, ഓരോ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും, പ്രെഡിക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. കുറച്ച്
ഓൾഡ് സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഒരു കുറേ പേര് കുറേ ടൈപ്പിൽ ശ്രമിച്ചു നോക്കി. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ശ്രമം എന്തായെന്ന് വെച്ചാൽ ആറ്റോമിക് വെയ്റ്റ്സിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യാൻ നോക്കി. ഓക്കെ ഓക്കെ സർ. അപ്പോൾ 1829 വളരെ പഴയ വളരെ മുമ്പ് ഡൊബ്രെയ്നർ എന്നൊരു സയൻറ്റിസ്റ്റ് ആളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 3 എലമെൻസിനെ ഒരുമിച്ചെടുത്തു. ഓക്കെ, എന്നിട്ട് അയാൾ ആ 3 എലമെൻസിൻ്റെ പറഞ്ഞത് 3 എലമെൻസിൻ്റെ ഈ 3 എലമെൻസിന് വളരെ സിമിലിയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെയല്ല, അത് മാത്രമല്ല, ഇത് അറേഞ്ച് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഓർഡറിലാണ്, അതായത് ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ എന്തെടുത്താൽ എന്താ ആവറേജ് നമ്മൾക്ക് സെൻറ്ററിലുള്ള സെക്കൻഡ് എലമെൻറ്റിൻ്റെ വെയിറ്റ് കിട്ടും. അതേപോലെ തന്നെയാണ് പ്രോപ്പർട്ടീസും, അതായത് ഇത് 3 സിമിലർ പ്രോപ്പർട്ടീസ് ആണെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ ആണ് ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം അല്ലേ, LiNaK. അപ്പോൾ 7 + 13 എത്രയാ? 46/2 23. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നടുക്കുള്ളത് നിങ്ങളുടെ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 40ക്ക് മേലേക്ക് പോകുമ്പോൾ ഇത് കറക്റ്റ് ആയിരുന്നില്ല. കണ്ടോ, ഇവിടെ വെയിറ്റ് കൂടുന്തോറും വ്യത്യാസം വരുന്നുണ്ടോ? മാത്രമല്ല ഇത് വളരെ കുറച്ച് എലമെന്റ്സിന്റെ മാത്രമേ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ, ഒരു ട്രയാഡ്സ് മാത്രമേ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. മാത്രമല്ല ഇത് ഈ ഒരു പ്രോപ്പർട്ടി അല്ലാതെ അതിന് മേലേക്ക് ഒരു പ്രോപ്പർട്ടിയോ പിന്നെ വരുന്ന ട്രെൻഡോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇത് വെച്ചിട്ട്, അല്ലേ? ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇത് ഫസ്റ്റും സെക്കൻഡും അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തേർഡിന്റെ വെയിറ്റ് ഏകദേശം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റഡി വന്നത് 1865 ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്. അയാളൊരു മ്യൂസീഷ്യനായിരുന്നു, സയന്റിസ്റ്റ് ആയിരുന്നു, അതേപോലെ മ്യൂസീഷ്യനായിരുന്നു. അപ്പം അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ മ്യൂസിക്കിൽ ഇപ്പോൾ സ, രി, ഗ, മ, പ, ദ, നി, സ 8ാമത്തെ സ ആണല്ലേ, 7 സ്വരങ്ങൾ. അപ്പം 8ാമത്തെ റിപ്പീറ്റ് ചെയ്യും. ഹലോ, 8ാമത്തെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞത് ലേറ്റർ എലമെന്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ, ഇൻക്രീസിങ് ആറ്റോമിക് വെയ്റ്റ്സിൻ്റെ ഇതിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് of 8th element, every 8th element will be similar to those of the first one, like the 8th note of a musical scale. അതായത് 8ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി ഫസ്റ്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടി ആയിട്ട് സിമിലിയർ ആയിരിക്കും. എങ്ങനെ? ലൈക്ക് മ്യൂസിക്കൽ സ്കെയിലിലെ പോലെ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ അവർ പറയുന്നുണ്ട് ലിഥിയം അല്ലേ, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇതൊക്കെയാണ് ആ സമയത്ത് അവർ കണ്ടുപിടിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾക്കറിയായിരുന്ന എലമെന്റ്സ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത് എത്രയാണ്? 1 2 3 4 5 6 7. 8ാമത്തെ ഏതാ? സോഡിയം അല്ലേ. സോഡിയം ലിഥിയം സെയിം പ്രോപ്പർട്ടിയാന്ന് അവർ കണ്ടു. എന്താ? രണ്ടും ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്നറിയാം. അതായത് രണ്ടിന്റെയും S1 ആണ് ഔട്ടർ ഇലക്ട്രോൺ അല്ലേ. ലിഥിയത്തിന്റെ എന്താ? 1s2 2s1 അല്ലേ. അതേപോലെ സോഡിയത്തിന്റെയോ? 1s2 2s2 2p6 2p6 3s1
3s1. അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോൺ ആണ് എന്തൊരു നമ്മുടെ എന്താ പറയുക, ഇലക്ട്രോൺ ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുക, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ അല്ലേ. ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെന്റ്, എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺ എടുക്കാൻ പറ്റും അല്ലേ, അതാണ് നമ്മളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ലിത്തിയം, പൊട്ടാസ്യം, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ S1 ആണ്. മാത്രമല്ല ലിത്തിയത്തിന്റെ ഒക്ടേവ് ആണ് സോഡിയം, സോഡിയത്തിന്റെ ഒക്ടേവ് ആണ് എന്ത്, പൊട്ടാസ്യം. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് നാളെ അറേഞ്ച് ചെയ്ത് ബെറിലിയത്തിന്റെ ഒക്ടേവ് ആണ് മഗ്നീഷ്യം, അത് രണ്ടും S2 ആണ്. ബോറോൺ അലൂമിനിയം, കാർബൺ സിലിക്കൺ, നൈട്രജൻ ഫോസ്ഫറസ്, ഓക്സിജൻ സൾഫർ, ഫ്ലോറിൻ ക്ലോറിൻ. പക്ഷെ ഇയാൾക്കും 40 വരെ ഇയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹലോ, അതായിരുന്നു ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഒക്ടേവ്സ് എന്നൊരു കൺസെപ്റ്റിന്റെ പ്രോബ്ലം ഒന്ന് 40 വരെ അയാൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ ഇതിൽ കുറെ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറെ ആറ്റംസും ഉണ്ടായി. നമ്മളുടെ ഇനേർട്ട് ഗ്യാസസ് ഒന്നും ഇതിൽ വന്നിട്ടില്ലല്ലോ. ഹീലിയം ഒന്നും, ഹൈഡ്രജൻ ഇല്ല, ഹീലിയം ഇല്ല, നിയോൺ ഇല്ല അല്ലേ. ആ സമയം ഈ ഇനേർട്ട് ഗ്യാസ് കണ്ടുപിടിച്ചിരുന്നു. ആ സമയം ഇനേർട്ട് ഗ്യാസസ്, കുറച്ച് ഇനേർട്ട് ഗ്യാസസിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹീലിയത്തിനെ കുറിച്ചൊക്കെ ആ ടൈമിലും ശരിക്കും ഈ മൊത്തം ആറ്റംസ് ഒന്നും പ്രോപ്പർലി അത്ര അടിപൊളിയായിട്ട് ആർക്കും അറിയില്ല. ഒന്നും അറിയാവുന്നത് കാർബണെ കുറിച്ച് അറിയാം, സോഡിയം അറിയാം, പൊട്ടാസ്യം അറിയാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിന്റെ മൊത്തം പ്രോപ്പർട്ടീസ് ആർക്കും ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ, ഹലോ. മൊത്തം പ്രോപ്പർട്ടീസ് എന്നതിലുപരി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്തായിരുന്നു, മൊത്തം പ്രോപ്പർട്ടീസ് എന്നതിലുപരി ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്ന ഇതിന്റെ റിയാക്ഷൻസ്, അതായത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതായത് വെള്ളത്തിനോട് ഇത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സെർട്ടൻ മെറ്റലിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതാണ് അറിഞ്ഞിരുന്നത്. കാരണം ആ സമയത്ത് ക്വാണ്ടം മെക്കാനിക്സോ അല്ലെങ്കിൽ ബോർസ് മോഡലൊന്നും വന്നിട്ടില്ലല്ലോ. S1 ആണ് S2 ആണെന്ന് അവർക്കറിയില്ല. അറിയുന്നത് ഒരു സെർട്ടൻ റിയാക്ഷനിൽ ഇത് സിമിലർ ആയിട്ടാണോ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ കിഷൻ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. അടുത്തൊരു കൺസെപ്റ്റ്, അടുത്തൊരു തിയറി വരുന്നത് ലോത്തർ മേയേഴ്സ് കർവ് എന്ന് പറയും. അപ്പോൾ അയാൾ പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസസ്. അയാളപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആറ്റോമിക് മാസ് ടു ആറ്റോമിക് വോളിയം പ്ലോട്ട് ചെയ്തു മെറ്റൽസ് അല്ല, സോറി, എലമെന്റ്സ്. കണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞത് ഒരു സിമിലിയർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് സിമിലിയർ പൊസിഷൻസ് ഒക്യുപ്പൈ ചെയ്യും. സപ്പോസ് ഈ മാക്സിമം പൊസിഷൻസ് ഒക്കെ ഇല്ലേ, ക്രസ്റ്റുകൾ, അതൊക്കെ ഏതാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? ആൽക്കലി മെറ്റൽസ്. അതേപോലെ ഡിസെൻഡിങ് ആയിട്ടുള്ള ഈ പോയിന്റ്സ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതേപോലെ അസെൻഡിങ് ആയിട്ടുള്ള ഈ പോയിന്റ്സ് ഹാലജൻസ്. ഓക്കെ. അപ്പൊ ഇതും പക്ഷെ ഒരു ടേബിളോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള കാര്യങ്ങൾ സിമിലർ പോയിന്റ്സ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ ഇതിനെ എന്ത് വിളിച്ചിരുന്നു? ആറ്റോമിക് മാസ് കർവ് എന്നൊക്കെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ലോത്തർ മേയേഴ്സ് കർവ് എന്ന് വിളിച്ചിരുന്നു. അപ്പോ പക്ഷെ ഇയാളുടെ തിയറീസ് ഒക്കെ എന്താ, ഇയാളും ഒരു ടേബിളൊക്കെ ഉണ്ടാക്കിയിരുന്നു ലോത്തർ മേയർ പിന്നീട് ഇതൊക്കെ ബേസ് ചെയ്തിട്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ മെൻഡലീവിന്റെ ഒക്കെ വർക്ക് വന്നു കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മോഡേൺ പീരിയഡിക് ടേബിൾ വന്നു കഴിഞ്ഞിട്ടാണ് ഇയാളുടെ വർക്ക് പബ്ലിഷ് ആയത്. അപ്പൊ അതുകൊണ്ട് അത്ര ക്രെഡിറ്റഡ് അല്ല ഈ സയന്റിസ്റ്റ്. ഓക്കെ. അപ്പോ ഇയാളെ വർക്കിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ? അല്ല, വാലിഡിറ്റി ഉള്ളതെന്ന് വെച്ചാല്
ഇതൊക്കെ പ്രോപ്പർ ആണല്ലോ, അതായത് ആള് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. ഹലോ ഹലോ, വാലിഡിറ്റി ഉണ്ട് ആളുടെ വർക്കിന്. അതായത് ആള് പറഞ്ഞത് എന്താണ്, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എന്താ പറയാ, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് സിമിലർ പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യും അല്ലേ? ഹലോ, ആ കേൾക്കുന്നില്ല? അപ്പോൾ അത് ശരിയല്ല. അതായത് ആൽക്കലി മെറ്റൽസ് ആണ് എന്ത്, ഈ പീക്കുകളൊക്കെ ഓക്യുപ്പൈ ചെയ്യുന്നത്. ആ അതേപോലെ ഈ അസെൻഡിങ് ആയിട്ടുള്ള പോയിന്റ്സ് ഓക്യുപ്പൈ ചെയ്യുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അതേപോലെ ഡിസെൻഡിങ് ആയിട്ടുള്ള ഹാലജൻസ് ആണ്. ഇപ്പൊ ഇതൊരു ഗ്രൂപ്പാണ്. ഇതൊക്കെ സിമിലർ പ്രോപ്പർട്ടീസ് ആണ് അതിനൊക്കെ അല്ലേ? ഹാലജൻസ് പറഞ്ഞാൽ സിമിലർ പ്രോപ്പർട്ടി അല്ലേ? അതേപോലെ ആൽക്കലി മെറ്റൽസിനും സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. വെള്ളത്തിനായിട്ട് റിയാക്ട് ആയാലും മെറ്റൽസിനായിട്ടുള്ള റിയാക്ഷൻ ആയാലും. ഓക്കെ, ഒരു മിനിറ്റ്. ഫാത്തിമ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, പുതിയ സ്റ്റുഡൻ്റ് ആണല്ലേ? ആ ഇതാണോ ഫസ്റ്റ് ക്ലാസ്? ആ അല്ല, ഇതിനു മുമ്പ് 2 ക്ലാസ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, കുഴപ്പമില്ല. എവിടെ വീട്? കൂളിമാട്. കൂളിമാട്, അതെവിടെയാ? മുക്കം മൗർ. കോഴിക്കോടോ? ആ ഓക്കെ ഓക്കെ, കൂളിമാട്. +1 അല്ലേ? ആ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ഏത് ഇതിലേക്ക് പോകണം എന്നാണ് +2 കഴിഞ്ഞിട്ട്? അങ്ങനൊന്നും വിചാരിച്ചില്ല. കുഴപ്പമില്ല. എന്തായാലും ഞാനിവിടെ ചാപ്റ്റർ കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്തായാലും ഇവരെ രണ്ടുപേരെ ഇപ്പോൾ ഒരു കിഷൻ ഇപ്പോൾ 4 o'clock ആകുമ്പോൾ പോകണം അല്ലേ? കിഷൻ 4:10 ആകുമ്പോഴേ തുടങ്ങും. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു 4 ആകുമ്പോഴേക്കും കിഷൻ എന്തായാലും വിട്ടുതരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് Okay, നിങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ചുകൂടി എടുക്കുകയും ചെയ്യാം. അപ്പൊ റെക്കോർഡ് ചെയ്ത് കിഷന് കൊടുത്താലും മതിയല്ലോ. ഓക്കെ സാർ. ഫാത്തിമ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു കാര്യം ചെയ്യാം, ഞാനത് കിഷൻ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ പറയുന്ന കാര്യം നമുക്കൊന്നുകൂടി പറയാം. ലോത്തർ മേയേഴ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആറ്റോമിക് മാസ്, ആറ്റോമിക് വോളിയം, അതായത് വൈ ആക്സിസിൽ ആറ്റോമിക് മാസും ആറ്റോമിക് വോളിയം, എക്സ് ആക്സിസിൽ ആറ്റോമിക് മാസും വെച്ചിട്ട് പ്ലോട്ട് ചെയ്തു അയാൾക്ക് അറിയുന്ന എലമെന്റ്സിനെ. കാണുന്നില്ലേ? ഹലോ, കാണുന്നില്ല സർ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഷെയർ സർ ചെയ്യാം. കാണുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ഓക്കെ. ആ ഓക്കെ, ഇപ്പം കാണുന്നുണ്ട്. അപ്പോൾ അയാളുടെ മെയിൻ തിയറി എന്ന് വെച്ചാൽ അയാൾ പറഞ്ഞത് എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസസ്. അങ്ങനെയാണ് ആള് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അയാൾ ആറ്റോമിക് വോളിയവും ആറ്റോമിക് മാസും തമ്മിൽ പ്ലോട്ട് ചെയ്തു. അപ്പോൾ ആൾക്ക് കിട്ടിയ കർവില് സിമിലർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് മാക്സിമം പോയിന്റ്സ് അല്ലേ? അറിയില്ലേ ഒരു കർവിന്റെ മാക്സിമ മിനിമ എന്നൊക്കെ പറയുമ്പോൾ അറിയില്ലേ? ഹലോ, അതായത് സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ ഇത് മിനിമം, ഇത് മാക്സിമം ആണ് അല്ലേ? പിന്നെ ഇത് മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ മാക്സിമം പോയിന്റ്സ് ഇവിടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് നോക്കിയേ ആൽക്കലി മെറ്റൽസ് ആണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആണ് അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയാലും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരു പരിധി വരെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്തൊക്കെയായിരിക്കും? എല്ലാം മെറ്റലാണ് അല്ലേ? അപ്പൊ അതിന് എന്തുണ്ടാവും? സ്ട്രക്ചർ സോളിഡ് ആയിരിക്കാം. ഹലോ, അതേപോലെ ഒരു ഡക്റ്റബിലിറ്റി, മാലിയബിലിറ്റി, അതുപോലെ വെള്ളത്തിനായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും. ഓക്കെ, ആൽക്കലി മെറ്റൽസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ റിയാക്റ്റീവ് ആണ് വാട്ടർ ആയിട്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ സോഡിയത്തിൽ? കെമിക്കൽ പ്രോപ്പർട്ടി അത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അതേപോലെ വെള്ളത്തിൽ
ഇതാവോ, എന്താ പറയാ, വെള്ളത്തിൽ സൊല്യൂബിൾ ആവോ എന്നുള്ളത് അത് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലേ? ആ അല്ലെങ്കിൽ വെറ്റ് ആവോ, കാരണം ഹൈഡ്രോഫോബിക് ആണോ ഹൈഡ്രോഫിലിക് ആണോ, അതേപോലെ നമ്മൾക്ക് എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റും, ഹീറ്റ് എത്ര കണ്ടക്ട് ചെയ്യും, ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇയാൾ നോക്കിയപ്പോൾ സിമിലിയർ പോയിന്റ്സിലുള്ള ആറ്റംസിനൊക്കെ എന്താണ്, അല്ലെങ്കിൽ എലമെന്റ്സിനൊക്കെ സിമിലിയർ ആണ്. അങ്ങനെയാണ് ആളിവിടെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വാലിഡ് ആണ് ശരിക്കും, കാരണം ആൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണല്ലോ. അതായത് സിമിലർ ആയിട്ടുള്ള ഈ എലമെന്റ്സിനൊക്കെ സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. ആളുടെ കർവ് ശരിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അയാളൊരു ഇതുണ്ട്, എന്താ, ടേബിളൊക്കെ ഉണ്ടാക്കിയിരുന്നു, ആളുടെ ഒരു പീരിയോഡിക് ടേബിളൊക്കെ പോലെ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇയാളുടെ ഈ വർക്കൊക്കെ പബ്ലിഷ് ആവുന്നതിന് മുമ്പ് മെന്റലീവ്സിന്റെ വർക്കൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ട് ആളുടെ പീരിയോഡിക് ടേബിളൊക്കെ വളരെ ഫേമസ് ആയി. ഓക്കെ, ഇനിയാണ് നമ്മളുടെ മോഡേൺ പീരിയോഡിക്, നിങ്ങൾ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ടോ? മോഡേൺ പീരിയോഡിക് ടേബിൾ, അതായത് നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ, ഹൈഡ്രജനൊക്കെ മേലെ ഇരുന്നിട്ടൊക്കെ. അപ്പൊ അതിന്റെ അതിലേക്കുള്ള ഒരു മെയിൻ ടേൺ, അല്ലെങ്കിൽ ആ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കാനുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളൊക്കെ വന്നത് ഈ മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോയിൽ നിന്നാണ്, അല്ലെങ്കിൽ മെന്റലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ നിന്നാണ്. അപ്പൊ മെന്റലീവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ എലമെന്റ്സിനെ ഒരു ഹൊറിസോണ്ടൽ റോവും വെർട്ടിക്കൽ കോളമുള്ള ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്തു. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ആറ്റോമിക് വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ അയാളുടെ ടേബിളിന്റെ എന്തായെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഒന്നും അങ്ങനെ പഠിക്കാനില്ല, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും. എന്നാലും ഞാൻ പറയാം. മെന്റലീവ്സിന്റെ ടേബിളിന് നമുക്ക് മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹലോ, ആള് പറഞ്ഞു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ and chemical properties of elements are periodic function of their atomic masses. Periodic function of their atomic masses. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് മെന്റലീവ്സ് പീരിയോഡിക് ലോ. അയാൾ പറഞ്ഞനുസരിച്ച് ഫിസിക്കലും കെമിക്കൽ രണ്ട് പ്രോപ്പർട്ടീസും പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദിയർ ആറ്റോമിക് മാസസ് ആണ്. അപ്പൊ ആ ബേസിസിൽ അയാൾ ഒരു ടേബിൾ ഉണ്ടാക്കി. അപ്പൊ അയാളുടെ ടേബിൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അയാള് 9 വെർട്ടിക്കൽ കോളംസ് ഉണ്ടായി, 9 കോളംസ്. അതിനാൽ എന്താ വിളിച്ചത്? ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. ഗ്രൂപ്പ്സ് അതിനെങ്ങനെ മാർക്ക് ചെയ്ത്? 1 റോമൻ ലെറ്ററിൽ മാർക്ക് ചെയ്തു. 1 2 തൊട്ട് എത്ര വരെ? 8ഉം പിന്നെ 0 ഗ്രൂപ്പും. ഓക്കെ, ഇനി അടുത്ത ആൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതില് ഈ 0 ഗ്രൂപ്പും 8ഉം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഡിവൈഡഡ് ആണ്. എന്തിലേക്ക്? 2 ഗ്രൂപ്പുകളായിട്ട് സബ് ഡിവൈഡഡ് ആണ്. അതായത് എ ആൻഡ്
ബി. ഇത് നിങ്ങൾക്ക് ഇതിങ്ങനെ സിലബസ് ഇത്ര പഠിക്കാനുള്ളതല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഇതെങ്ങനെ ഈ ടേബിൾ എങ്ങനെയാണ് നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് പീരിയഡ്സ് ഉണ്ടായി. അതായത് ഇത് കോളംസ് എങ്ങനെയാണ് വെർട്ടിക്കൽ അല്ലേ? കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്, കോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ. ഇനി റോസ് ഉണ്ടായി. അപ്പോൾ ഈ റോസിനെ നമ്മൾ എന്ത് വിളിക്കും? പീരിയഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ അയാൾ ഒരു 7 റോസ് ഉണ്ടായി, 7 പീരിയഡ്സ് ഉണ്ടായി അല്ലേ? 7 റോസ്, അതിനെ പീരിയഡ്സ് എന്ന് വിളിച്ചു. പീരിയഡ്സ് അതെന്തൊക്കെയായിരുന്നു? ഇതിൽ 1 and 2 ഷോർട്ട് ആയിരുന്നു. അതായത് നമ്മളുടെ ഹൈഡ്രജൻ, ഹീലിയം, അതേപോലെ എന്താ ലിഥിയം, അങ്ങനെ കുറച്ച് ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ ചെറുത്, കുറച്ച് ആറ്റംസ് ഉണ്ടായുള്ളൂ. ഹലോ, 1, 2 മാത്രമല്ല 3യും. ആദ്യം 3 റോസ് ചെറുതായിരുന്നു, അതേപോലെ 4 and 5 ലോങ് വലുതായിരുന്നു. ലോങ്സ്റ്റ് ഏതായിരുന്നു? 6. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു ആളുടെ ഒരു ജോമെട്രി. ആളുടെ ഒരു പീരീഡ് ഇങ്ങനെ വരച്ച്, ടേബിൾ വരച്ച് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ നോക്കും ഇതിലെങ്ങനെയാണ് ഈ ഒരു റോ ചെറുതും ഒരു റോ വലുതാവുന്നത് അല്ലേ? എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഷോർട്ട് പീരീഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പീരീഡിൽ ഇവിടെ മാത്രമല്ല ഫിൽഡ് ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും അല്ലേ? പിന്നെ അടുത്തതിൽ ലിഥിയം, അങ്ങനെ. പക്ഷെ പിന്നെ ഡിക്ക് പോകുമ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നത് കുറേ ഇവിടെ വരും. എത്ര എണ്ണം വരും? ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് നമ്മളുടെ? സോറി, എത്ര ഗ്രൂപ്പ് ഉണ്ട് അത്രയും വരും അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? അതായത് ഈ പീരിയോഡിക് ടേബിളിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ഒന്ന്, അതിനിടയിൽ കുറെ പോർഷൻസ് വിട്ടിരുന്നു. അതായത് ഇപ്പോ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുമല്ലോ, അപ്പൊ അയാൾ അറിയുന്നതൊക്കെ ആള് ഫില്ല് ചെയ്യും, ബാക്കിയുള്ളത് അതിന്റെ ഇടയിൽ വിടും. ഇടയിൽ വിടുമ്പോ ആ വിടുന്ന പൊസിഷന്റെ ഇമ്പോർട്ടൻ്റ് എന്താന്ന് വെച്ചാൽ, ആ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പുതിയ എലമെന്റിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഹലോ, ഓക്കെ, അങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊരു എലമെന്റ് ആണ് എന്ത്? ഗാലിയം, അതേപോലെ ജെർമേനിയം. ഇത് രണ്ടും മെന്റലീഫ് പ്രെഡിക്റ്റ് ചെയ്തതാണ്. അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കുറച്ച് എലമെന്റ്സ് ഇനിയും കണ്ടുപിടിക്കാനുണ്ട് ഈ പൊസിഷനിൽ. ഇതിന്റെ പ്രോപ്പർട്ടീസ് പക്ഷെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അയാൾ ഇതിനെ ഏക്ക അലുമിനിയം, അതേപോലെ ഏക്ക സിലിക്കൺ എന്നൊക്കെ വിളിച്ചു. ഈ ഏക്ക അലുമിനിയം എന്ന് വിളിക്കാൻ കാരണം എന്താ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെ ഏക്ക അലുമിനിയം എന്ന് വിളിക്കാൻ കാരണം എന്താ? ഗാലിയത്തിന്റെ പൊസിഷൻ എവിടെയാണെന്നറിയോ പീരിയോഡിക് ടേബിളിൽ? അലൂമിനിയത്തിന്റെ താഴെയല്ല. അലുമിനിയത്തിന്റെ താഴെയാണ്, തൊട്ട് താഴെയാണ്. അപ്പൊ അയാൾ പറഞ്ഞത് ഇതിന് അലുമിനിയത്തിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ബന്ധമുണ്ടാവും. മാത്രമല്ല അടിയിലേക്ക് പോകും തോറും അതിന്റെ വേറെ പ്രോപ്പർട്ടീസിൽ വന്ന ചെറിയ വ്യത്യാസം വരെ ആൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ സിലിക്കണ്ട്, ജെർമേനിയത്തിന്റെ, അതുകൊണ്ടാണ് ഏക്ക സിലിക്കൺ എന്ന് വിളിച്ചത്. അപ്പോ പിന്നീട് ഇത് കണ്ടുപിടിച്ചപ്പോൾ, ഈ എലമെന്റ്സ് ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ല, ഇത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി മെന്റലീഫ് പറഞ്ഞ പോലെ തന്നെയായിരുന്നു പ്രോപ്പർട്ടീസ്
ഏതാണ്ട്. ഓക്കെ, അപ്പോ ഇതായിരുന്നു എന്ത് ഒരു ഗുണം അല്ലെ. അതേപോലെ തന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചില എലമെന്റ്സിന്റെ അറ്റോമിക് മാസസ് അറിയില്ലായിരുന്നു. പക്ഷെ ഈ ക്ലാസിഫിക്കേഷൻ വഴി നമുക്ക് അതിന്റെ അറ്റോമിക്, അതായത് ബെറിലിയത്തിന്റെ അറ്റോമിക് മാസ് നമ്മൾ 13.5 എന്നായിരുന്നു എടുത്തിരുന്നത്. കാരണം എന്തായിരുന്നു, അതിൽ ഐസോടോപ്സിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. ഐസോടോപ്സ് വരുമ്പോൾ ഇടയ്ക്ക് ആവറേജ് ചിലപ്പോൾ കൂടുതലോ കുറവൊക്കെ ആയിട്ട് മാറും അല്ലേ, അറ്റോമിക് മാസ് ആവറേജ് എടുക്കുമ്പോൾ. പിന്നീട് നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിന്റെ മാസ് എത്രയാണെന്ന് മനസ്സിലായത്, 9 മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ മെന്റലീഫ് തയ്യാറാക്കിയ പീരിയോഡിക് ടേബിളിന്റെ ഗുണങ്ങൾ. ഇനി അതിന്റെ ഡ്രോബാക്സ് എന്തായിരുന്നു നമുക്ക് നോക്കാം. ഒന്ന്, പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോ ഇയാള് ഇതില് ഹൈഡ്രജൻ എവിടെയാ വെച്ചിരുന്നേ? ഹലോ, ഹൈഡ്രജന്റെ ഒരു പ്രത്യേകത എന്താ? ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. അപ്പോ ഹൈഡ്രജന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? വേറൊരു ഹൈഡ്രജന്റെ കൂടെ മോളിക്യൂൾ ഫോം ഷെയർ ചെയ്യാം അല്ലേ? ഷെയർ ചെയ്യുന്ന ഇതില് രണ്ട് കാര്യങ്ങളുണ്ട്. കോവാലന്റ് അല്ലാന്ന് വിചാരിക്കാം, സപ്പോസ് 2 ഹൈഡ്രജൻ അല്ലാന്ന് വിചാരിക്കാം. അപ്പോ ഹൈഡ്രജന് ഒന്ന് ഇലക്ട്രോൺ കൊടുക്കാം അല്ലെ, വേറൊന്നെന്താ, ഇലക്ട്രോൺ റിസീവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രജൻ നമുക്ക് വേണമെങ്കിൽ ആൽക്കലി മെറ്റൽസിന്റെ അവിടെ 1A വെക്കാം, അതേപോലെ തന്നെ ഹാലജൻസിന്റെ കൂടെ 7A വെക്കാം. മനസ്സിലായോ? കാരണം എന്താ, ഇത് രണ്ട് ഇതും കാണിക്കുന്നുണ്ട്. അതായത് ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസിന്റെ പോലെ ഇത് കൊടുക്കാറുണ്ട്, എന്ത്, ഇലക്ട്രോൺ കൊടുക്കാറുണ്ട് അല്ലെ. H2L എന്താ സംഭവിക്കുന്നത്, എവിടേക്കാണ് ഇലക്ട്രോൺ ഷിഫ്റ്റ് ആവുക? ഓക്സിജനിലേക്ക്. ഹലോ, H2Oയിൽ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടേക്കായിരിക്കും ഷിഫ്റ്റഡ്? ഓക്സിജന്റെ ഭാഗത്തേക്ക്. അപ്പോ അവിടെ ഇലക്ട്രോൺ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഹൈഡ്രജനെ നമുക്ക് ആൽക്കലി മെറ്റൽ എന്ന് പറയാം അല്ലെ. ആൽക്കലി മെറ്റൽ എന്താ, സോഡിയം ഒക്കെ ഇലക്ട്രോൺ കൊടുക്കുകയല്ലേ ചെയ്യുക, സോഡിയം പൊട്ടാസ്യം ഒക്കെ. പക്ഷേ ഈ മെറ്റൽസിന്റെ കൂടെയുള്ള റിയാക്ഷൻസ് NaHലൊക്കെ എന്താ സംഭവിക്കാം? ഹലോ, മനസ്സിലായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒന്ന് ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻ ഇലക്ട്രോൺ കൊടുക്കും. NaHും LaHന്റെ അവിടെ എന്താ സംഭവിക്കുക, എവിടേക്കായിരിക്കും ഷിഫ്റ്റഡ്? ഹലോ, ഹലോ, സർ, എന്റെ നെറ്റ്വർക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആകുന്നുണ്ട്, അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ് എനിക്കും അയച്ചു തരണം. പ്രശ്നമുണ്ട് നെറ്റിന്. ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈഡ്രജൻ ഇലക്ട്രോൺ റിസീവ് ചെയ്യാണ് ചെയ്യുക. അതായത് ഹൈഡ്രജന്റെ ഭാഗത്തേക്കാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഷിഫ്റ്റ് ചെയ്യുക. ഫാത്തിമ കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ടല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ട്സിൽ നമുക്ക്, മോളിക്യൂൾസിൽ നമുക്ക് ഹൈഡ്രജൻ ഒരു ഹാലജൻ ആണെന്നും പറയാം അല്ലെ. ഹാലജൻസ് എന്താണ്, ഇലക്ട്രോൺ റിസീവ് ചെയ്യും അല്ലെ. ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ട് സ്റ്റേബിൾ ആവും.
ക്ലോറിനൊക്കെ ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്യാൻ സ്റ്റേബിൾ ആവില്ലേ? Cl ഒക്കെ അതുകൊണ്ടല്ലേ ഫോം ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ക്ലിയർ ആയിരുന്നില്ല. അതായത് ഹൈഡ്രജൻ എവിടെ പ്ലേസ് ചെയ്യും, 1A പ്ലേസ് ചെയ്യോ അല്ലെങ്കിൽ എന്താ 7A പ്ലേസ് ചെയ്യോ? അപ്പൊ ഇതൊരു ഡ്രോബാക്ക് ആയിരുന്നു എന്തിന്റെ? മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ. ഓക്കെ, അതായത് മെൻഡലീവ്സിന്റെ ടേബിളിന്റെ. അതേപോലെ ഒന്ന് വേറെ ചില എലമെന്റ്സിന്റെയും അനോമലസ് പൊസിഷൻ. അതായത് നമ്മൾ ആറ്റോമിക് മാസിന്റെ ഇത് വെച്ചിട്ടല്ലേ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോ ചില ആറ്റോമിക് മാസ് കൂടിയ എലമെന്റ് പ്രിസീഡ് ചെയ്തു എന്ത് ലോവർ ആറ്റോമിക് മാസിനെ. അതായത് ARന്റെ ആറ്റോമിക് മാസ് എത്രയാ? ആർഗന്റെ. ഹലോ, ആർഗന്റെ ആറ്റോമിക് മാസ് എത്രയാണെന്നറിയോ? ഇല്ല. ആർഗന്റെ ആറ്റോമിക് മാസ് ഏതാണ്ട് 40, അതായത് 39.9 ആണ്. അതേപോലെ പൊട്ടാസ്യത്തിന്റെ എത്രയാണ്? പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് മാസ് ഓർമ്മയില്ല. 39.1 ആണ്. നമ്മൾ 39 എടുക്കാറുണ്ട്. പക്ഷേ പീരിയോഡിക് ടേബിൾ വെച്ച് നോക്കുമ്പോൾ ആർഗൺ അല്ലേ പൊട്ടാസ്യത്തിനേക്കാൾ മുമ്പ് വരുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. കാരണം ഇത് പീരിയോഡിക് ടേബിൾ ഇങ്ങനെ വെക്കേണ്ടി വന്നു. കാരണം ആർഗൺ ഒരു എന്താണ്, ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ നമ്മൾ ആർഗൺ കൊണ്ട് പിന്നെ വെച്ച് പൊട്ടാസ്യം കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രോപ്പർട്ടീസ് ട്രെൻഡിൽ ഭയങ്കര വ്യത്യാസം വരും, പീരിയോഡിസിറ്റിയിൽ പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ വേറൊന്നായിരുന്നു കൊബാൾട്ട് 58.9, അതേപോലെ നിക്കലിന്റെ എത്രയാ 58.7. അപ്പോൾ കൊബാൾട്ട് നിക്കലിനെ പ്രിസീഡ് ചെയ്തു. അപ്പം ഇങ്ങനെ ഇതൊരു ഡ്രോബാക്ക് ആയിരുന്നു. ഇനി ഒന്ന് ഐസോടോപ്സിന്റെ പൊസിഷൻ ഓഫ് ഐസോടോപ്സ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ഹലോ, ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. അതായത് എന്താണ് അവിടെ വ്യത്യാസം വരാം? ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ ഡിഫറെന്റ് ഐസോടോപ്സിനെ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതായത് ഒരു സെയിം എലമെന്റിന്റെ ഐസോടോപ്സിനെ സെപ്പറേറ്റ് പൊസിഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. ഹലോ, ഓക്കെ. ഇനി പൊസിഷൻ ഓഫ് ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. ഇതെന്താണെന്നറിയില്ലേ? ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് കേട്ടിട്ടുണ്ടോ? അത് പീരിയോഡിക് ടേബിളിൽ കണ്ടണ്, പക്ഷെ അറിയില്ല എന്താണ്. ഫാത്തിമ പറയൂ, എന്താ ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്? ഓർമ്മല്ല, ഞാൻ പഠിച്ചു. ഓക്കെ, ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളുടെ എഫ് ഗ്രൂപ്പ്. എഫ് ഗ്രൂപ്പ് എന്താണ്, 2 റോ ആണ് എഫ് ഗ്രൂപ്പിലുള്ളത്. ഒന്ന് ലാന്തനീയത്തിന്റെ അവിടെ തുടങ്ങുന്ന ആ ഒരു റോയും, പിന്നെ ഒന്ന് ആക്ടിനീയത്തിന്റെ അവിടെ തുടങ്ങുന്ന വേറൊരു റോയും. അപ്പൊ നമ്മൾ ഇതിനെ